മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഒരേ മൊബൈൽ നമ്പറിൽ രണ്ടുപേർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത് പരിശോധിക്കുമെന്നും ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ അയച്ചത്. പ്രശാന്ത്, എങ്ങനെയാണ് ഈ ഇരട്ട വോട്ടർ പട്ടികയിലെ രണ്ട് പേരുകൾ ഒരേ നമ്പറിൽ വരുന്നത്? അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർത്തയിൽ എന്താണ് ഇടപെടൽ? വിഷയം നമുക്ക് തന്നെ നേരിട്ടുണ്ടായ അനുഭവമാണ്. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യു രത്തൻ കേൽക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു പുതിയ അറിവാണ്. കാരണം ഇത്തരം പരാതി അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ വോട്ടർമാർ നേരിടേണ്ടി വരും എന്ന വിഷയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവതരമായി പരിശോധിക്കുമെന്നും ഇതിന് വേണ്ട നടപടികൾ നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് ഇപ്പോൾ ഒരേ നമ്പറിൽ, ഇപ്പോൾ ഒരാളുടെ നമ്പറിൽ തന്നെ വേറൊരു വോട്ടർക്കും ഇതേ മൊബൈൽ നമ്പർ ഉൾപ്പെടുന്ന ഒരു അവസരത്തിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യഥാർത്ഥ മൊബൈൽ നമ്പറുള്ള ആൾക്ക് പ്രശ്നം വരില്ല. പക്ഷെ മറ്റ് ഈ തെറ്റായി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിരിക്കുന്ന വോട്ടർക്ക് OTP ഒന്നും ലഭിക്കുകയില്ല. അപ്പോൾ എന്തായാലും മൊബൈൽ നമ്പർ അത്യാവശ്യമല്ല SIR. എന്നിരുന്നാലും ഇതൊരു പ്രശ്നം തന്നെയാണ്. കാരണം പലപ്പോഴും ഒന്നുകിൽ വോട്ടർ എന്യൂമറേഷൻ ഫോമിൽ എഴുതി നൽകുന്ന നമ്പർ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ BLO ഈ അപേക്ഷയിൽ നിന്ന് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുമ്പോഴുള്ള പാകപ്പിഴയോ കാരണമാണ് ഈ പിഴവ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വിഷയമായി കണ്ട് തന്നെ പരിഹരിക്കുമല്ലെങ്കിൽ പ്രത്യേകം നിരീക്ഷിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി കഴിഞ്ഞു.